കൊടൈക്കനാലിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വെൽക്കം ടു ബീന ആൻ്റണി ബ്ലോഗ് ആൻഡ് ദിസ് ഈസ് മീ ആൻഡ് കാതറിൻ. വെൽക്കം. വിനോദയാത്രയ്ക്ക് വേണ്ടി വരുന്നവർക്ക് പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ് ഈ കൊടൈക്കനാൽ. ആയതിനാൽ ഇത് ഒരു ഹിൽ സ്റ്റേഷനും കൂടിയാണ്. ആയതിനാൽ ഇത് തണുപ്പ് കാലാവസ്ഥ വരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ തന്നെ ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ കൊടൈക്കനാൽ. ഇതിലാദ്യം വരുന്നത് കൊടൈക്കനാൽ ലേക്ക്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 2.3 കിലോമീറ്ററാണ് ഇവിടെ ഈ തടാകത്തിലേക്കുള്ളത്. കൊടൈ തടാകം എന്നാണ് ഈ തടാകത്തിൻ്റെ യഥാർത്ഥ പേര്. ഈ പേരിൽ നിന്നാണ് കൊടൈക്കനാൽ എന്ന് പേര് വന്നത്. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അതുപോലെ എൻട്രിയും ഫ്രീ ആണ്. 60 ഏക്കറാണ് ഈ തടാകത്തിൻ്റെ വിസ്തീർണം. ഇവിടെ വന്നാൽ ബോട്ടിംഗ് സർവീസും ഉണ്ട്. കൊക്കേഴ്സ് വാക്ക്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. ബിയർ സോളാർ പാലസ്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 2 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. ഇവിടുത്തെ എൻട്രി ഫീ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ദിസ് ഈസ് മീ ആൻഡ് കാതറിൻ. ബൈ ബൈ.